തീർച്ചയായിട്ടും. നോക്കൂ, ഇതിൽ ഒരു ലീഗലായിട്ട് ഒരു റെയ്ഡ് നടക്കുന്ന സമയത്ത് ഒരു കെട്ടിടത്തിനുള്ളിലുള്ള ആൾക്കാർക്ക് പുറത്തേക്ക് പോകാൻ അവർക്ക് അനുവാദമില്ല. അതേപോലെ തന്നെ പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് അകത്തേക്ക് പ്രവേശിക്കാനും അനുവാദമില്ല. ഇവിടെ ആ റെയ്ഡിന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അവിടെ മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ വീട്ടിലുണ്ട് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാനായിട്ട് അത് സാധ്യമല്ല. ഇത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു നോളജാണ്. ആ നോളജ് പോലും ഇല്ലാത്ത പാർട്ടിക്കാരാണ് ആ വീടിന്റെ ഭാഗത്ത് നിന്നിട്ട് ആ വീടിനുള്ളിലേക്ക് ഇരച്ച് കയറുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പോൾ നിയമത്തിനെ കയ്യിലെടുത്തുകൊണ്ട് തങ്ങളുടെ നേതാവിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയേക്കാൾ ഏതറ്റം വരെയും പോകും എന്ന് തെളിയിക്കാനാണ് ഇവരൊക്കെ തന്നെ ഇന്ന് ശ്രമിച്ചത്. അല്പം മുമ്പ് ശ്രീ പിണറായി വിജയൻ നേരത്തെ പ്രതികരിച്ചിരുന്നത് പറഞ്ഞു. അതേപോലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു പ്രതികരണമായിരുന്നു മുമ്പ് ബിനീഷിനെതിരെ തന്നെയുള്ള ആരോപണം വന്നിരുന്നപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അദ്ദേഹം പറഞ്ഞത് ബിനീഷ് സർക്കാരിനോ പാർട്ടിക്കോ പ്രധാനപ്പെട്ട ഏതെങ്കിലും പദവികളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ ബിനീഷിന്റെ കുടുംബം നോക്കിക്കോളും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ്, നിലപാടാണ്. ഇവിടെ വീണ വിജയനെ ടാർഗറ്റ് ചെയ്യുന്നത് വഴി മുൻ മുഖ്യമന്ത്രിയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന രീതിയിലേക്കുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുമ്പോൾ ഒരാൾ മുഖ്യമന്ത്രിയായിരുന്നു അല്ലെങ്കിൽ പാർട്ടിയുടെ വേണ്ടപ്പെട്ടയാളാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്, MLA ആണ് എന്ന് കരുതി അയാളുടെ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ടുള്ള രേഖാമൂലമുള്ള ഇൻഫർമേഷൻ നമ്മുടെ നാട്ടിലെ ഏജൻസികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അന്വേഷിക്കേണ്ടതില്ല. അത്തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടെയുള്ള പ്രബുദ്ധ ജനതയാണ് എന്ന മട്ടിലൊക്കെ ഗോവിന്ദൻ മാഷിനെ പോലുള്ള ആൾക്കാരൊക്കെ വന്ന് പ്രതികരിക്കുന്നത് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രേരകമാവുകയുള്ളൂ. കാരണം ഇവിടെയുള്ള പ്രബുദ്ധരായിട്ടുള്ള ജനതയോ പാർട്ടിക്കാരോ ഒന്നും അല്ല തീരുമാനിക്കേണ്ടത്. ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസികളും അവർ സമർപ്പിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയുമാണ്. ഇവിടെ ഇവരെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്താണ് ഒരു കോൺട്രാക്ട് എന്നതിനെക്കുറിച്ച്, എന്താണ് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ വ്യാഖ്യാനിക്കുന്നതിനും ദുർവ്യാഖ്യാനിക്കുന്നതിനും ഒക്കെ ഇവർ ശ്രമിക്കുമ്പോൾ ഇവർ സത്യത്തിൽ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ശ്രീ VD സതീശൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതുകൊണ്ടല്ല, മറിച്ച് ഇന്നലെ കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ED അന്വേഷണത്തിനുണ്ടായിരുന്ന സ്റ്റേ വെക്കേറ്റ് ചെയ്തതുകൊണ്ടാണ് ഞൊടിയിടയിൽ തന്നെ മറ്റെന്തെങ്കിലും ഒരു നടപടിക്ക് വേണ്ടിയിട്ട് ഇതിലെ കക്ഷികൾ ആരെങ്കിലും പോകുന്നതിന് മുമ്പ് തന്നെ നിലവിൽ ലഭ്യമായിട്ടുള്ള പഴുതുപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അടച്ചൊരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ED തയ്യാറായത്.